മേഘ, ഇനി 3 നാൾ മാത്രമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായകമായ വിധി പുറത്തു വരാനുള്ളത്. ഏവരും കാത്തിരിക്കുന്നത് മലയാളത്തിനെ ഏറെ സുപരിചിതനായിരുന്ന ജനപ്രിയനായിരുന്ന നടൻ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ, അല്ലെങ്കിൽ കേസിലെ പ്രധാനപ്പെട്ട വിധി എന്താണ് എന്ന് പലരും ഉറ്റുനോക്കുന്നുണ്ട്. നോക്കൂ, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ വാദമെന്ന് പറഞ്ഞാൽ ദിലീപ് കാവ്യ ബന്ധമാണ് പുറത്തറിയാതിരിക്കാനാണ് ഇത്തരത്തിൽ നടിയെ ആക്രമിച്ചത് എന്ന വാർത്തകളാണ് വരുന്നത്. എന്തു തോന്നുന്നു? വളരെ ഗുരുതരമായ കാര്യമാണ് ഈ പ്രോസിക്യൂഷൻ ആരോപിച്ചിരിക്കുന്നത്. എന്തിനായാലും ദിലീപ് മഞ്ജു വാര്യർ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാകുന്നു. അതിന് കാരണം കാവ്യ മാധവനാണ് എന്നുള്ളൊരു വ്യക്തമായ വിവരം അവർക്ക് കിട്ടുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: രാമൻ, RUK അണ്ണൻ, മീൻ, വ്യാസൻ എന്നിങ്ങനെ പേരുകളിലാണ് കാവ്യ മാധവന്റെ പേര് സേവ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഡ്രൈവറിന്റെ ഫോണിലും മറ്റു പേരുകളിൽ ഈ നമ്പർ സേവ് ചെയ്തിരുന്നു എന്നും ഇത് മഞ്ജു വാര്യർ കണ്ടുപിടിച്ചു എന്നും സംയുക്ത വർമ്മയ്ക്കും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഗീതു മോഹൻദാസിനൊപ്പം സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ് എന്നിവർക്കൊപ്പം നടിയെ കാണാൻ പോകുന്നു. ഇതാണ് ഒരു വലിയ വൈരാഗ്യത്തിലേക്ക് നയിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു പവർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് തനിക്കൊരു വിലങ്ങുതടിയായ ഒരാൾ വരുമ്പോൾ അതേ പവർ ഉപയോഗിച്ച് എങ്ങനെയും അയാളെ വ്യക്തിഹത്യ ചെയ്യാമെന്നൊരു നിലയിലേക്ക് ചിന്ത പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ദിലീപ് കേസിലെ വളരെ നിർണായകമായ ഒരു പോയിന്റ് ആണ്. ദിലീപിനെതിരെ വിധി വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് തന്നെയാണിത്. അതായത് ഇത് 28ഓളം സാക്ഷികൾ ഉണ്ടായിരുന്നു. അതിൽ പലരും മൊഴി മാറ്റുന്ന അവസ്ഥയുണ്ടായി. ഒരു ഘട്ടത്തിൽ സിദ്ദിഖ്, അതേപോലെ തന്നെ ഇടവേള ബാബു, ബാമ, ബിന്ദു പണിക്കർ തുടങ്ങിയ കുറേ അധികം പേർ മൊഴികൾ മാറ്റിയപ്പോൾ അതിൽ മൊഴിയിൽ ഉറച്ചു നിന്ന കുറച്ച് പേരുണ്ട്. അതായത് ലാൽ, ഗീതു മോഹൻദാസ്, സംയുക്ത വർമ്മ ഇവരൊക്കെ തന്നെ മൊഴി മാറ്റാതെ അതിജീവിതയോടൊപ്പം നിന്നു. ദിലീപിൻ്റെ പണത്തിൻ്റെയും പവറിൻ്റെ മേൽ ബാക്കിയുള്ളവർ പറഞ്ഞപ്പോൾ ഇവർ മാത്രമാണ് ഇവരോടൊപ്പം നിന്നിരുന്നത്. അതായത് കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം നടി പുറത്തു പറഞ്ഞതാണ് കൊട്ടേഷൻ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞത്. അതിജീവിത ആ യുവനടി ആ സമയത്ത് പുറത്തു പറഞ്ഞതാണ് കൊട്ടേഷൻ കൊടുക്കാൻ. ഇതൊരു റൈവലറിയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഇതൊരു ഇത്തരത്തിലൊരു ബന്ധമുണ്ടെന്ന് പൊതുലോകം അറിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന നാണക്കേട് ഓർത്താണ് ദിലീപ് കൊട്ടേഷൻ നൽകിയത് എന്നുള്ള വാർത്തകൾ അപ്പോൾ തന്നെ വന്നിരുന്നു. പ്രോസിക്യൂഷന്റെ ആരോപണം തള്ളിയാണ് ദിലീപ് കോടതിയിൽ വാദിച്ചത്. കൊട്ടേഷൻ നൽകിയതിന് തെളിവില്ലെന്നും പോലീസ് കെട്ടിപ്പൊക്കിയ കഥകളാണെന്നുമാണ് ദിലീപിന്റെ വക്കീൽ ഇതിനെപ്പറ്റി കോടതിയിൽ വാദിച്ചു. ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിന് നടി കാരണമല്ലെന്നും വാദിച്ചു. പക്ഷെ നേരത്തെ പറഞ്ഞ പ്രോസിക്യൂഷന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള പല പേരിൽ നമ്പറുകൾ, ദിലീപിന്റെ വാദങ്ങളെല്ലാം തിരിച്ചടിക്കുന്ന തരത്തിലാണ് പ്രോസിക്യൂഷൻ വാദം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല പേരുകളിൽ നമ്പർ കണ്ടെത്തി എന്ന് പറയുന്നു. നമ്പർ അല്ലെങ്കിൽ ഈ ബന്ധം പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന മാനക്കേട് ഓർത്താണ്, അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വിള്ളൽ. പക്ഷെ എന്ത് തന്നെ ആയാലും ഇത്തരത്തിലൊരു കൃത്യം നടക്കുന്നു. എനിക്ക് തോന്നുന്നു 2017 ഈ കേസ് സംഭവിക്കുമ്പോൾ ഈ കേസ് സിനിമയെ 2ആയാണ് വക മാറ്റിയത്. 2017 ഈ സംഭവത്തിന് മുൻപും ശേഷവും എന്ന് പറഞ്ഞ് മലയാള സിനിമ മാറുകയാണ്. കുറേ പേര് ഒറ്റപ്പെടുന്നു, കുറേ പേർക്ക് ചാൻസസ് നഷ്ടമാകുന്നു. പിന്നെ പലരുടെയും മൗനം നമ്മൾ കാണുന്നു, പലരും ഇതിൽ നിർവികാരരായിരിക്കുന്നത് നമ്മൾ കാണുന്നു. എന്നാലും അപ്പോഴും അതിജീവിത ഉറച്ചു തന്നെ നിന്നു. ഇപ്പോൾ ദിലീപാണ് ഇത് ചെയ്തിട്ടുള്ളത് എങ്കിൽ ദിലീപിനൊരു തോന്നലുണ്ടായിരുന്നു, ആ പെൺകുട്ടി ആ സമയത്ത് വിവാഹിതയാകാൻ നിൽക്കുന്ന സമയമാണെന്നും ആ പെൺകുട്ടി അപമാനിക്കപ്പെട്ടാൽ പുറത്തു പറയില്ലെന്നും ഭയക്കുമെന്നും ആ പെൺകുട്ടിക്ക് തന്നെ ഒരു നാണക്കേട് ഉണ്ടാകുമെന്നുള്ളൊരു തോന്നലിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ ആ പെൺകുട്ടി ഇതൊന്നും വകവയ്ക്കാതെ നിയമത്തിന്റെ മുന്നിൽ പോയതാണ് ഇതിനെല്ലാം കാരണമായത്. 8 വർഷങ്ങളാണ് എടുത്തത്. 8 വർഷങ്ങളാണ് വളരെ വലിയൊരു പോരാട്ടമാണ്. അതായത് പറയുമ്പോൾ 2017 ഫെബ്രുവരി 17 രാത്രി 9 മണിക്കാണ് കൊച്ചി നഗരത്തിലൂടെ ഓടിയ കാറിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തകൾ ജനങ്ങൾ അറിയുന്നത്, മാധ്യമങ്ങൾ നിറയുന്നത്. നടൻ ദിലീപ് ഉൾപ്പെടെ 9 പേരെ കേസിൽ പ്രതികളായത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ ഡിസംബർ 8 ഇപ്പോൾ വിധി പറയുക എന്നുള്ള സുപ്രധാന. നമുക്കിതിൽ എക്സാജറേഷൻസോ നമ്മുടെ ഒന്നുമില്ല. നീതിന്യായ സംഹിതയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു കേസാണ്. ആരെയും പ്രൊട്ടക്ട് ചെയ്യണമെന്നില്ല, ആരുമായും അങ്ങനെ അത്തരത്തിൽ ഒരു പക്ഷം പിടിക്കുന്നുമില്ല. സത്യം എന്താണോ അത് വിജയിക്കണമെന്നുള്ള 8ാം പ്രതിയാണ് പറയുന്ന ദിലീപ് എന്ന് പറയുന്ന നമ്മുടെ നടൻ. പൾസർ സുനിയാണ് കേസിലെ 1ാം പ്രതി. അതേപോലെ കേസിലെ വിചാരണയ്ക്കായി 28 സാക്ഷികൾ കൂറുമാറി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്
ആദ്യഘട്ടത്തിൽ ദിലീപിനെ പ്രതി ചേർത്തതിന് ശേഷമാണ് അദ്ദേഹം ജയിലിലേക്ക് പോകുന്നതും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നതും മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ഉൾപ്പെടെ മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നതും കോടതിയിൽ നിന്നാണ് അത് സംഭവിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ രാമലീല എന്ന് പറയുന്ന ചിത്രം വൻ ഹിറ്റാവുന്നതും അതിനുശേഷം അദ്ദേഹത്തിന് പടങ്ങളൊന്നും വിജയിക്കാതെ ജനങ്ങൾ ഏറ്റെടുക്കാത്തൊരു സാഹചര്യം വരുന്നു. എല്ലാവരുമായിട്ടും ഒരു പകയിലേക്ക് പോകുന്നു. ഒരു ഘട്ടത്തിൽ സിനിമകൾ ഇല്ലാതിരിക്കുന്നു. ഇപ്പോൾ നോക്കൂ, ഈ മാസം ബബ്ബ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ക്യാമിയോ റോളിൽ കുറെ വിധി എന്തോ ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നു 18-നോ 28-നോ ആണ് ഈ മാസം തന്നെ അതിന്റെ ഗ്രാൻഡ് ലോഞ്ച്, എന്തോ ഒരു വലിയ പരിപാടി. അതെ, അതിനകത്ത് കുറെ നാളുകൾക്ക് ശേഷം, ഏകദേശം എത്ര വർഷങ്ങൾക്ക് ശേഷം ദിലീപിനൊപ്പം മോഹൻലാൽ ക്യാമിയോ റോളിൽ എത്തുന്ന ചിത്രമാണ്. അപ്പോൾ വലിയ സന്ദേശങ്ങൾ, അതിൽ നിരകൾ ഒരുപാട് തന്നെയുണ്ട്. അപ്പോൾ ഈ വിധി എന്തായാലും ആ പടത്തിനെയൊക്കെ ഒരുപാട് സ്വാധീനിക്കുക എന്നുള്ളത് കൃത്യമാണ്. അതായത് പൾസർ സുനിയാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ ഈ പോളോ കാർ പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരണം നേടിയ ഒരു പേരാണ് പൾസർ സുനി. അദ്ദേഹം പല ഘട്ടങ്ങളിലും കേസിന്റെ പല പ്രാവശ്യം ഗൂഢാലോചനയുടെ ഭാഗമായി ഇപ്പം ജോർജ് ടെൻസ് പൂരം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് അത്തരത്തിൽ ഒരുപാട് തവണ ഇദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള തെളിവുകളെല്ലാം തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ ദിലീപ് ആരാണ് പൾസർ സുനിക്ക് വേണ്ടി കേസ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമുണ്ട്. അത് പൊതുസമൂഹത്തിന് അറിയാവുന്ന ഉത്തരമാണ്. അതെ, പൾസർ സുനി പറയുന്നത് പോലെ പിടിക്കപ്പെട്ടാൽ 3 കോടിയും പിടിക്കപ്പെട്ടില്ലെങ്കിൽ 1.5 കോടിയുമാണ് എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. അതെ, അപ്പോൾ പിടിക്കപ്പെടുന്നതല്ലേ നല്ലതെന്ന് പൾസർ സുനി കരുതുന്നു. പൾസർ സുനിക്ക് രാജകീയ ജീവിതമായിരുന്നു. ഇടയ്ക്ക് വെച്ച് വാർത്തകൾ നിറഞ്ഞൊരു കാര്യമാണ്. ഈ ജാമ്യം ലഭിച്ചപ്പോഴും നമ്മൾ കണ്ടതാണ് ഇതെല്ലാം. ജയിലിൽ കിടക്കുന്ന പൾസർ സുനിക്ക് ഇത്തരത്തിലുള്ള ഒരു ഹെയർ സ്റ്റൈൽ എന്നൊക്കെ മുടി വെട്ടുന്നതിന് ഒരു സ്റ്റൈലിഷ് രൂപത്തിലെത്തുന്ന അത്രയ്ക്ക് ഒരു സെലിബ്രിറ്റി ഓറിയന്റഡ് വ്യക്തി ആയിരുന്നു പൾസർ സുനി എന്നുള്ളത്. പക്ഷേ ഈ കൂറുമാറിയവരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പൊതുസമൂഹത്തിൽ അരികവൽക്കരിക്കപ്പെടുന്നവരുടെ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ സിനിമ ഇപ്പൊ സിദ്ദിഖിനെ പറ്റിയൊന്നും നമുക്ക് കൃത്യത്തിൽ പറയാനില്ല. അദ്ദേഹം ആരോപണ വിധേയനാണ്. മുകേഷിനെ പറ്റി പറയാനില്ല. അദ്ദേഹം ആരോപണ വിധേയനായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ കഴമ്പുള്ള വസ്തുതകളുള്ള വ്യക്തികളാണ്. മറ്റ് ഈ പെൺകുട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട, ഈ അതിജീവിതയോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട പല നടിമാരും പൈസയ്ക്ക് വേണ്ടിയോ പവറിന് വേണ്ടിയോ അല്ലെങ്കിൽ മലയാള സിനിമയിൽ നിന്നും, പക്ഷെ അവരെല്ലാവരും തന്നെ മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടോ എന്ന ചോദ്യവും ഇവിടെ ഉണ്ട്. അവരെല്ലാവരും തന്നെ എത്രത്തോളം സിനിമകളിൽ അഭിനയിക്കുന്നു. അന്നും ഇപ്പോഴും ഉറച്ചു നിന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ലാലും അതേപോലെ തന്നെ ഗീതു മോഹൻദാസും ഒക്കെയാണ്. അതുപോലെ WCC പോലൊരു സംഘടനയ്ക്ക് പിറവി കൊണ്ടതും ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം. WCCയിൽ നിൽക്കുന്ന നടിമാർക്കൊക്കെ എത്രത്തോളം അവസരങ്ങൾ കിട്ടുന്നുണ്ട് എന്നറിയാം. വളരെ മികച്ച നടിമാരും വളരെ മികച്ച ആർട്ടിസ്റ്റുകളുമായിട്ട് പോലും അവരുടെ എല്ലാ ചാൻസുകളും നിഷേധിക്കപ്പെട്ട ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ പറയുന്ന സിനിമാ മേഖലയെ അടക്കി ഭരിച്ചിരുന്ന ഒരു ഒരു പ്രമാണിയുടെ കലാവിരുതുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാലത്ത് മലയാള സിനിമയുടെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു. നിയന്ത്രിച്ചിരുന്ന എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു ദിലീപ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇപ്പോഴും അതിൽ മാറ്റമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പഴയ ഒരു ഗ്രാവിറ്റിയിൽ ഇപ്പോ ഇല്ല. അദ്ദേഹത്തിന്റെ കോക്കസ് ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇപ്പൊ പൊളിഞ്ഞു. ഇപ്പൊ അമ്മയിൽ നിന്ന് പുറത്തായി. ഇതിപ്പോ അഗ്നിശുദ്ധി നടത്തി പുറത്തു വരികയാണെങ്കിൽ അദ്ദേഹം ഒരു റീ എൻട്രി ആണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസമല്ല രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ആ മമത, ആ സ്നേഹം, ആ ജനപ്രിയ നടൻ, ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ദിലീപ് ചിത്രങ്ങൾക്ക് ഫാമിലികൾ ഇരച്ചു കയറുന്നതാണ്. പക്ഷേ എനിക്കത് തോന്നാറുണ്ട്. ഒരു 2000-2000 ആ കാലഘട്ടത്തിലാണ് ദിലീപ് സിനിമകൾ വളരെ പോപ്പുലർ ആയിരുന്നത്. പക്ഷെ ദിലീപ് സിനിമകളിലെല്ലാം ഒരു പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ്സും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിന്റെ തമാശകളും ഒക്കെ ആയിരുന്നു. പക്ഷെ ആ തമാശകളൊന്നും ഇപ്പോൾ വില പോകില്ല എന്നുള്ളതാണ് അതിലെ പ്രധാന. ദിലീപിന്റെ പല സിനിമകളും ഇപ്പോൾ പറഞ്ഞ ഒരുപാട് റിപ്പീറ്റ് CID ന്യൂസ് ഇപ്പോഴും ടിവിയിൽ വന്ന കണ്ടുകൊണ്ടിരിക്കും. പറക്കന്തിലൊക്കെ ഇപ്പോഴും ടിവിയിൽ വന്ന കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ അതുപോലെ ഒരു പുതിയ സിനിമ ഇപ്പോൾ സ്വീകാര്യത ആ കാലഘട്ടം മാറിയ. ഇപ്പൊ മേഘ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇപ്പോ മോഹൻലാലിന്റെ സിനിമയിലില്ലേ, മമ്മൂട്ടിയുടെ സിനിമയില്ലേ, ഇപ്പൊ നരസിംഹം എടുത്തു നോക്കൂ, അതിന്റെ പല ഡയലോഗുകളും. അതേപോലെ തന്നെ 90 ഞാൻ പറയാൻ കാരണം ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു കുടുംബ ചിത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. അതിലും ഇത്തരത്തിലുള്ള ഒരു ജോണർ കൊണ്ടുവരാൻ അയാൾ ശ്രമിച്ചിരുന്നു. അത് പാളിപ്പോയി. അതെ, പ്രിൻസ് ആൻഡ് ഫാമിലി. അത് പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നിയൊരു
സ്ട്രാറ്റജിയാണ്. പല ഇൻഫ്ലുവൻസേഴ്സിനെയും വെച്ച് അതിനെപ്പറ്റി പ്രൊമോഷൻ ചെയ്തതായി എനിക്ക് തോന്നി. പലരും ഞാൻ സിനിമ കാണാൻ പോയി എന്നുള്ള തരത്തിൽ ഒരു കാഷ്വൽ ഇൻഫ്ലുവൻസിങ് നടന്നതായിട്ട് എനിക്കൊരു തോന്നലുണ്ടായി. ചിലപ്പോൾ എന്റെ തോന്നൽ മാത്രമായിരിക്കാം. അല്ല, അതാണ് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ രീതിയിലും ഒരു തിരിച്ചുവരവ് നടത്താൻ ശ്രമിക്കുന്ന, എന്തായാലും 8-ാം തീയതി മുതൽ അങ്ങോട്ട് അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമാ ജീവിതത്തിൽ വലിയൊരു നിർണായക ഘടകമായിരിക്കും. വിധി വരാൻ ഇനി 3 നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ.